നമുക്ക് ഫോട്ടോഷോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോട്ടോ അതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ റിമൂവ് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക, ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, കളർ കറക്ഷൻ ചെയ്യുക തുടങ്ങി ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന ഒരു 70% കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. സെയിം ഫോട്ടോഷോപ്പിൽ അതേ കാര്യങ്ങൾ മെത്തേഡൊക്കെ പോലെ തന്നെയാണ് ഇതിനകത്തും പ്രവർത്തനമൊക്കെ. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തോ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ബ്രൗസർ നമുക്കിവിടെ ഓപ്പൺ ആക്കുക. അഡ്രസ് ബാറിൽ ഫോട്ടോപിയ എന്ന് ടൈപ്പ് ചെയ്യുക. ഫോട്ടോപിയ എന്ന് ടൈപ്പ് ചെയ്യുക. photopia.com എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണുന്ന ആ ഒരു ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്ത് അതങ്ങ് ക്ലോസ് ആയി പോകും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാം. ഫുൾ സ്ക്രീൻ ആയിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഹോം എന്നുള്ളത് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് FB പേജ് കവർ പല സൈസ് കൊടുത്തിട്ടുണ്ട്. FB ഗ്രൂപ്പ്, യൂട്യൂബ് പ്രൊഫൈൽ, യൂട്യൂബ് കവർ, അങ്ങനെ പല സൈസ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് കസ്റ്റം ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പോൾ 1280x720 പിക്സലിലുള്ള ഒരു പേജ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ അതേ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ടൂൾ ബാറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ടൂൾ ബാറൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ സെയിം ടൂൾ ബാർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ശീലമായ ഒരാൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഫയൽ, എഡിറ്റ്, ഇമേജ് അതെല്ലാം നമ്മുടെ ഫോട്ടോഷോപ്പിനകത്ത് വരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഫിൽറ്ററിനകത്ത് തന്നെ നമുക്ക് കുറേയധികം ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പിനകത്തുള്ള അതേ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വിൻഡോയ്ക്ക് വന്നു കഴിഞ്ഞാൽ ലെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഇമേജിനകത്തേക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് പോലെ ഫോട്ടോഷോപ്പിൽ അതേ ഷോർട്ട് കട്ട് കീകൾ തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പൺ ആവുന്നതാണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഒരു ഫോട്ടോയാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ഷോർട്ട് കട്ടും അതുപോലെയല്ല, ഒട്ടുമിക്കവാറും ഷോർട്ട് കട്ടെല്ലാം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ട് നമുക്കത് ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇവിടെ കാണുക, നമുക്ക് ഇത്തരത്തിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഫോണ്ടുകൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഫോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഫോട്ടോഷോപ്പിനകത്ത് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഫോട്ടോഷോപ്പ് ഇല്ല, നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ഈ ഒരു വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. താങ്ക് യു.